നീ എന്താ ഇങ്ങനെ അടുക്കളയിൽ ബൈക്ക് ഓടിക്കാൻ പോവാണോ? അതമ്മേ, ഞാനേ സാമ്പാർ ഉണ്ടാക്കുമായിരുന്നു. നല്ല പാലക്കാടൻ സാമ്പാർ. നിനക്കതിന് സാമ്പാർ ഉണ്ടാക്കാൻ അറിയോ? അത് ഞാൻ കുക്കിംഗ് വ്ലോഗ് കണ്ടുപിടിച്ചു. നീ ഇങ്ങോട്ട് മാറ്. അയ്യോ, അപ്പൊ അമ്മ എന്റെ സാമ്പാർ. മതി മതി, നീ ഇങ്ങോട്ട് മാറ്. അവനവൻ അറിയാവുന്ന ജോലി ചെയ്താ മതി. എടി ഇങ്ങോട്ട് മാറാൻ. അമ്മ ഇനി ആ പൊടി ഇടണ്ടേ? എടാ, ഇത് തൊണ്ടേ കുരുങ്ങി ചാവുമല്ലോ. അതെ, കഴിക്കാൻ എടുക്കുമ്പോഴേ ഇങ്ങനെ സ്പൂൺ കൊണ്ട് കുത്തി കുത്തി കഴിച്ചാ മതി. നീ പോടാ. അതെ അമ്മ, സാമ്പാർ. ചന്ദ്രു, കൈ തുടയ്ക്കാൻ ടവൽ എവിടെ? ആരായി ടവൽ എടുത്ത് മാറ്റുന്നത്? മറന്നു. എന്റെ ചന്ദ്രു മനോജന്റെ വീട്ടിൽ പോയിരിക്കുകയല്ലേ. എന്നെയും ചന്ദ്രുവിനെയും മക്കളെ രണ്ടായിട്ട് പകുത്തെടുത്തില്ലേ. പാവം, ഒരു ജന്മം മുഴുവൻ എനിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചവളാ ചന്ദ്രു. ഒരിക്കലും പിരിയില്ലെന്നും മരണത്തിന് മാത്രമേ നമ്മളെ പിരിക്കാൻ കഴിയുള്ളൂ എന്നും അവൾ അന്ന് പറഞ്ഞതാ. ഒക്കെ വെറുതെ ആയില്ലേ. നൊന്ത് പെറ്റ മക്കള് അവര് തന്നെ നമ്മളെ രണ്ടാക്കി. അത് സ്വാഭാവികമാവും തന്നെ. രണ്ട് ശരീരവും ഒരു മനസ്സുമായിട്ട് കഴിഞ്ഞവരല്ല അച്ഛനും അമ്മയും. കോവിലകത്തുനിന്ന് ഒളിച്ചോടിയ കാലം മുതൽ ഒരു ദിവസം പോലും മാറി നിൽക്കാത്തവർക്ക് പെട്ടെന്നൊരു മാറ്റം വരുമ്പോ അത് താങ്ങാനാവില്ല. അച്ഛനും അച്ഛമ്മയും ഒരുമിച്ച് താമസിക്കണം. അതിനൊരു വഴിയില്ലേ അങ്കിളെ? മോളെ, രണ്ടുപേരും താമസിക്കുന്നത് അവരുടെ സ്വന്തം മക്കളോടൊപ്പം അല്ലേ? വന്ദനെ, നീ വിഷമിക്കണ്ട. തൽക്കാലം കാര്യങ്ങൾ എങ്ങനെ തന്നെ പോട്ടെ. എന്തെങ്കിലും ഒരു അവസരം കിട്ടാതിരിക്കില്ല. അപ്പം നമുക്ക് അവരെ ഒരിടത്താക്കാം. അല്ലെങ്കിൽ രണ്ടുപേരെയും നമ്മളോടൊപ്പം കൂട്ടാം. കെട്ടിയോളുടെ തന്തയുടെയും തള്ളയുടെയും വേർപിരിയൽ പോലും അവന് സഹിക്കുന്നില്ല. ആ കിളവന്റെയും കിളവിയുടെയും ഭാരം കൂടി നിന്റെ തലയിൽ വന്ന് വീഴുപട പൊട്ട. അനുഭവിച്ച ഒന്നിനെ കെട്ടി എഴുന്നള്ളിച്ച് തലയെ കയറ്റിയത് കൊണ്ട് തീർന്നില്ല. അപ്പോഴാ അടുത്ത ഭാരം തലയെ കയറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ചന്ദ്രു, ചന്ദ്രു, എന്തോ സുഖമാണോ നിനക്ക്? മാധവേട്ട, ഗുളിക കഴിച്ചോ? ഗുളിക മുടക്കല്ലേ? മുടക്കില്ല, കൃത്യമായിട്ട് കഴിക്കാം. നിനക്കവിടെ സുഖമാണോ ചന്ദ്രു? നീ എന്താ ഞാൻ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത്? എന്താ മാധവേട്ട ഇത്? ഞാൻ മാധവേട്ടൻ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആക്കിയെന്നോ? സ്വിച്ച് ഓഫ് ആയി പോയതായിരിക്കും. നീ എവിടെ എന്തെടുക്കിയ? ഞാനിവിടെ ഉറങ്ങാൻ തുടങ്ങുവാ. മാധവേട്ടനോ? ഞാനും ഉറങ്ങാൻ കിടന്നാൽ പഴയതുപോലെ ഉറക്കം കിട്ടുന്നില്ല. മാധവേട്ട, നമ്മൾ ഇതുവരെ പിരിഞ്ഞ് ജീവിച്ചിട്ടില്ലല്ലോ.
ഉറക്കം ഒട്ടും വരാതാകുമ്പോ നിന്റെ ആ സാരി എടുത്ത് ഞാൻ മൂടിക്കിടക്കും. അപ്പോ എന്റെ ചന്ദ്രു എന്റെ അരികിൽ തന്നെ ഉണ്ടെന്ന് തോന്നും. ചന്ദ്രു, ചന്ദ്രു, ഫോൺ കട്ടായോ? ചന്ദ്രു, എന്താ മോളെ, ഫോൺ കട്ടായെന്നാ തോന്നുന്നത്. റേഞ്ച് പോയതായിരിക്കും. ഈയിടയ്ക്ക് ടവറിനൊക്കെ പ്രശ്നങ്ങളാ. ഗുളിക കഴിക്കാൻ മറക്കരുതെന്ന് ചന്ദ്രു പറഞ്ഞായിരുന്നു. അച്ഛൻ പോയി കിടക്ക്. ആ.